കൊച്ചി വൈറ്റ്ലയിൽ ബാറിൽ മാരകായുധങ്ങളുമായി അക്രമം. സ്ത്രീയടക്കം 3 പേർ മരട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, ഈ സംഘവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആരെയാണ് ആക്രമിച്ചത്? സ്ത്രീയടക്കം 5ഓളം പേരാണ് വൈറ്റ്ലയിലെ ബാറിൽ മദ്യപിക്കാൻ എത്തിയത്. അവിടെ വെച്ചൊരു മധ്യവയസ്കരുമായി ചെറിയ തർക്കങ്ങളുണ്ടായി. ഈ ഘട്ടത്തിലാണ് ബാർ ജീവനക്കാർ അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടത്. ഈ ഘട്ടത്തിൽ ബാർ ജീവനക്കാരന് നേരെ മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ മാരകായുധങ്ങളുമായി ഈ സംഘം എത്തുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. വടിവാൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഈ സംഘം എത്തുന്നത്. 5 തവണ ഈ ബാറിലേക്ക് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അക്രമവും അതോടൊപ്പം തന്നെ മർദ്ദനവും ഉൾപ്പെടെ ഈ സംഘം നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ ആംസ് ആക്ട്, അതായത് അക്രമം, മർദ്ദനം ഉൾപ്പെടെ ആംസ് ആക്ട് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാർ ജീവനക്കാരന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് അലീന, തിരുവനന്തപുരം സ്വദേശിനിയാണ്. അതോടൊപ്പം തന്നെ ഷഹിൻഷാ അല്ലമീൻ, 2 പേരും കൊല്ലം സ്വദേശികളാണ്. ഇതിൽ കൂടുതൽ പേരെ ഇനി കിട്ടാനുണ്ട് എന്ന് മരട് പോലീസ് വ്യക്തമാക്കി. എന്തായാലും പോലീസ് സമയോചിതമായിട്ടുള്ള ഇടപെടലിലാണ്. കഴിഞ്ഞ 16-നായിരുന്നു ഈ സംഭവം. അതിനുശേഷം ഈ 3 പ്രതികളെ മരട് പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കൊച്ചിയിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, വിവരങ്ങളാണ് എസ് രാഗിൻ പങ്കുവച്ചത്.